എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നുന്ന 7 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ 7 കാര്യങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ സ്ത്രീകൾ വിചാരിക്കും, അയ്യോ ഈ ചേട്ടനെ തന്നെ എനിക്കൊന്ന് ഹസ്ബൻഡായിട്ട് കിട്ടുമായിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ അവർക്ക് ഡേ ബൈ ഡേ കൂടി വരും ഈ 7 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം ഈ 7 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷനോട് ഓൺ ആക്കുകയാണെങ്കിൽ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ തരാനായിട്ട് മറക്കരുത്. ഒന്നാമതായിട്ട് ബി ഹെർ കംഫർട്ട് സോൺ എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ഒരു കംഫർട്ട് സോൺ ഉണ്ട്, സേഫ് സോൺ ഉണ്ട്. അപ്പോൾ ആ ഒരു കംഫർട്ട് സോൺ വിട്ട് നമ്മൾ ഒരിക്കലും പുറത്തു പോകാൻ ആഗ്രഹിക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർ ഈ രീതിയിൽ സ്ത്രീകളുടെ ഒരു കംഫർട്ട് സോണായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത്തരത്തിൽ ഒരു കംഫർട്ട് സോണായി മാറി ഒരു പുരുഷനെ വിട്ടിട്ട് സ്ത്രീകൾ പോവില്ല. അവരോട് ഒരുപാട് അട്രാക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ കംഫർട്ട് സോണായി മാറുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമുക്കൊരു സ്ഥലം കാണുമ്പോൾ അയ്യോ എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇവിടുന്ന് പോകണ്ടായിരുന്നു, എനിക്ക് ഇവിടെ തന്നെ സ്റ്റേ ചെയ്താൽ മതി എന്നൊക്കെ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും, ഇവിടുന്ന് എനിക്ക് ഒരിക്കലും പോകണ്ട, ഇവിടെ തന്നെ എന്നും ജീവിച്ചാൽ മതി എന്നൊക്കെ നമുക്ക് പലപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്? ആ ഒരു സ്ഥലം കാണുമ്പോൾ നമുക്ക് വല്ലാത്ത എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാപ്പി ഹോർമോൺസ് ഒക്കെ നമ്മൾ ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മെല്ലെ മെല്ലെ അഡിക്റ്റ് ആയി പോകും. ഇപ്പോൾ വീഡിയോ ഗെയിം നമ്മൾ കളിക്കുമ്പോൾ, അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ ഗെയിമുകൾ കളിക്കുമ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു അഡിക്ഷൻ രൂപപ്പെടുന്നത് കാണാറുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ റീൽസ് കാണുമ്പോൾ വരെ ഈ ഓക്സിറ്റോക്സിൻ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ഈ റീൽസൊക്കെ ഒരുപാട് തവണ കണ്ടിരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ബ്രെയിനെ അത് വല്ലാണ്ട് സുഖിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സുഖം കിട്ടുമ്പോൾ നമ്മൾ ഒരു അഡിക്റ്റ് ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മളോട് ഒരു വ്യക്തി റിലേറ്റ് ചെയ്യുമ്പോൾ അവരെ നമ്മൾ വളരെ കംഫർട്ടബിൾ ആക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഓക്സിറ്റോക്സിൻ അവരിൽ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരോട് പെരുമാറുകയാണെങ്കിൽ വീണ്ടും അവർക്ക് നമ്മുടെ അടുത്ത് വരാൻ തോന്നും. നമ്മളെ ഒരിക്കലും വിട്ടുപോകാനായിട്ട് തോന്നത്തില്ല. ഒപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യവും കൂടിയുണ്ട്, ഒരു പ്രിമിറ്റീവ് അട്രാക്ഷൻ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഈ ഒരു കംഫർട്ട് സോണായി മാറണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുരാതന കാലം തൊട്ട് പുരുഷന്മാർ ചെയ്തിരുന്ന 2 കാര്യങ്ങളുണ്ട്. അതായത് അവർ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു, സ്ത്രീകൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ തൻ്റെ പുരുഷൻ തനിക്ക് വേണ്ടി തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാവണം, തന്നെ എല്ലാ രീതിയിലും സേഫ് ആക്കുന്ന ആളാവണം, തന്നെ സെക്യൂർ ആക്കുന്ന ആളാവണം, സേഫ് ആക്കുന്ന ആളാണ്, ഒപ്പം തന്നെ തനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർക്ക് സാധിച്ചു കൊടുത്തപ്പം അവരുടെ ഒരു കംഫർട്ട് സോണായി ഈ പുരുഷൻ മാറി. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പുരുഷനെ വിട്ട് അവർ പോകാൻ ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എല്ലാ രീതിയിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ ഒരു കംഫർട്ട് സോണായി മാറുക. അപ്പോൾ ഒരിക്കലും അവർ നമ്മളെ വിട്ടിട്ട് പോകത്തില്ല. കാരണം നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ അവർക്ക് ഈ ഒരു ഓക്സിറ്റോക്സിൻ അനുഭവപ്പെടും. കാരണം നമ്മുടെ പ്രവൃത്തികൾ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്, അത്രയ്ക്ക് എൻഗേജിങ് ആണ്, അവരെ ഇമോഷണലി ആൻഡ് മെൻ്റലി എൻഗേജ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, നമ്മളെ ഒരു കംഫർട്ട് സോൺ ആയിട്ട് തോന്നും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് ബോറടിക്കാൻ തുടങ്ങുമ്പോഴാണ് അവർ പലരെയും റിജക്റ്റ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ ഇവരുടെ കംഫർട്ട് സോണായി മാറി ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും അവർക്ക് ബോറടി തോന്നത്തില്ല. അതുകൊണ്ട് തന്നെ അവർ നമ്മളെ റിജക്റ്റ് ചെയ്യത്തുമില്ല. നമ്മളോടൊരു അട്രാക്ഷൻ ഡേ ബൈ ഡേ കൂടി വരികയും ചെയ്യും. ഇനി രണ്ടാമത്തെ കമാൻഡ് റെസ്പെക്റ്റ് എന്നുള്ളതാണ്. തങ്ങൾക്ക് വളരെയധികം ആദരവും ബഹുമാനവും തോന്നുന്ന പുരുഷന്മാരോടാണ് സ്ത്രീകൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്. പക്ഷേ എന്നാണോ ഈ സ്ത്രീകൾക്ക് ഈ പുരുഷനോടുള്ള ഈ ബഹുമാനം നഷ്ടപ്പെടുന്നത്, അന്ന് ഇവർക്ക് അവരോടുള്ള അട്രാക്ഷനും നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പലരും നമ്മളുമായിട്ട് റിലേഷനിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞും ആദ്യമൊക്കെ വളരെ നല്ല രീതിയിൽ പോയി, പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൾക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് എല്ലാം നഷ്ടപ്പെടുന്നു, നിങ്ങളെ അവഗണിക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു കാരണം ഇതാണ്, നിങ്ങളോടുള്ള റെസ്പെക്റ്റ് അവൾക്ക് പോയി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ റെസ്പെക്റ്റ് നഷ്ടപ്പെടുമ്പോൾ അട്രാക്ഷൻ നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ നമ്മുടെ ശരീരഭാഷയിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും എല്ലാം ഈ ഒരു മറ്റുള്ളവർക്ക് നമ്മളെ ബഹുമാനിക്കാൻ തോന്നണം. ആ രീതിയിലുള്ള ഒരു സ്വഭാവ സവിശേഷത നിലനിർത്താനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ അവർ നമ്മളെ ഇട്ടിട്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഏതൊക്കെ പ്രവൃത്തികളാണ് നമ്മളോട് അവർക്കുള്ള ആ ഒരു റെസ്പെക്റ്റ് നഷ്ടപ്പെടുന്നത്? ഒരുപാട് പ്രവൃത്തികളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ വാക്കുകളിലും പ്രവൃത്തികളിലും ഒന്നും ഒട്ടും റിലയബിൾ അല്ലെങ്കിൽ, നമ്മൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാര്യം പറഞ്ഞ പോലെ ചെയ്യത്തില്ല, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ കണ്ടറിഞ്ഞ് ചെയ്യുന്നില്ല. അതുമല്ലെങ്കിൽ നമ്മൾ നിരന്തരം ഓരോ കാര്യങ്ങളിൽ പരാജയപ്പെടുന്നു, നമുക്കെന്നും അബദ്ധങ്ങൾ പറ്റുന്നു, മണ്ടത്തരങ്ങൾ പറ്റുന്നു, നമ്മൾ ജീവിതത്തിൽ അധികം വിജയിച്ച് കാണുന്നില്ല. അതുമല്ലെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ പെരുമാറാൻ അറിയത്തില്ല, മറ്റുള്ളവരുടെ രീതിയിൽ മാന്യമായിട്ട് പെരുമാറാൻ അറിയത്തില്ല, മറ്റുള്ളവർ നമ്മളെ അപമാനിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ വരുന്നു, നമ്മളെ മുതലെടുക്കുന്ന രീതിയിലുള്ള
സാഹചര്യങ്ങൾ വരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മറ്റേ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടുള്ള ഒരു റെസ്പെക്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടേതായിട്ടുള്ള ചുറ്റുപാടുകളിൽ ഏതായിരിക്കാം നിങ്ങളുടെ റെസ്പെക്റ്റ് കളഞ്ഞു കുളിക്കുന്നത്, അത് നിങ്ങളൊന്ന് ഓർത്തെടുക്കുക. എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം നിങ്ങളോടുള്ള റെസ്പെക്റ്റ് അവർക്ക് കുറയാനായിട്ട് കാരണം. അപ്പോൾ അതൊക്കെ കണ്ടെത്തി പരിഹരിക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ റെസ്പെക്റ്റ് നിലനിർത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങളോടുള്ള അട്രാക്ഷൻ കൂടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇങ്ങനെ ബഹുമാനിക്കാൻ തോന്നുന്ന വ്യക്തികളോട് സ്ത്രീകൾക്ക് അട്രാക്ഷൻ കൂടും. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ മറ്റുള്ളവരുടെ ആ ഒരു റെസ്പെക്റ്റ് പിടിച്ചു പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും അതുപോലെ തന്നെ ശരീരഭാഷകളുമെല്ലാം. ഇനി മൂന്നാമായിട്ട് ബി മെൻ്റലി ചലഞ്ചിങ് എന്നുള്ളതാണ്. സ്ത്രീകൾ വളരെയധികം കൊതിക്കുന്ന ഒന്നാണ് മെൻ്റൽ ചലഞ്ച്. അപ്പോൾ മെൻ്റലി ചലഞ്ചിങ് അല്ലാത്ത പുരുഷന്മാരോട് സ്ത്രീകൾക്ക് അട്രാക്ഷൻ നഷ്ടപ്പെടും. വളരെയധികം മെൻ്റലി ചലഞ്ചിങ് ആയിട്ടുള്ള പുരുഷന്മാരോട് സ്ത്രീകൾക്ക് ഇങ്ങനെ അട്രാക്ഷൻ കൂടി വരും, ഒരു കൗതുകം കൂടി വരും. അപ്പോൾ അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഈ നമ്മളൊക്കെ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ഒരു റെഗുലർ പാറ്റേൺ ഫോം ചെയ്യപ്പെടും. അതായത് ഇന്ന് രാത്രി ഇന്ന സമയത്ത് നമ്മൾ ഗുഡ് നൈറ്റ് പറയും, നമ്മൾ ഇന്ന സമയത്ത് അവരെ വിളിക്കും, ഇന്ന സമയത്ത് കാണാൻ പോകും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ അവരോട് പറയും. ഇപ്പോൾ നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ വരെ അവർക്ക് പ്രെഡിക്റ്റബിളാണ്. അപ്പോൾ നമ്മുടെ ജീവിതം മൊത്തം അങ്ങനെ പ്രെഡിക്റ്റബിളായി, പ്രത്യേകിച്ച് ഒരു കൗതുകവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു റെഗുലർ പാറ്റേണിലെല്ലാം പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും സ്ത്രീകൾക്ക് മെല്ലെ ബോറടിച്ച് തുടങ്ങും. അപ്പോൾ അങ്ങനെ ബോറടിച്ച് തുടങ്ങുമ്പോഴാണ് പല റിലേഷനും കുറച്ച് കഴിയുമ്പോൾ സ്ത്രീകൾ പെട്ടെന്ന് ബ്രേക്കപ്പ് ആക്കിയിട്ട് അവരുടെ പാട്ടിന് പോകുന്നത്. അപ്പോൾ അവരെ അതിൽ നിലനിർത്തണമെങ്കിൽ കുറച്ചൊക്കെ മെൻ്റലി ചലഞ്ചിങ് ആയിരിക്കണം. അപ്പോൾ ഈ മെൻ്റലി ചലഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ ആനൂതര കാര്യമൊന്നും ചെയ്യേണ്ട, ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ റെഗുലർ പാറ്റേൺ അങ്ങ് ബ്രേക്ക് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും അവളെ ഒരു 4-5 മണിക്കൂറൊക്കെ വിളിക്കുമെങ്കിൽ ഇടയ്ക്ക് ഒരു ദിവസം അവളെ വിളിക്കാതിരിക്കുക. അപ്പോൾ അവൾ പെട്ടെന്ന് ഓർക്കും, ഇതെന്ത് വിളിക്കാത്തത്. അപ്പോൾ അന്ന് അവൾ നിങ്ങളെ ചിലപ്പോൾ മിസ് ചെയ്യാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ വിളിക്കാത്തതെന്ന് ഓർത്ത് ഇങ്ങനെ വണ്ടടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങളുടെ അറ്റൻഷന് വേണ്ടി അവൾ കൂടുതൽ ആഗ്രഹിക്കാൻ തുടങ്ങും. എന്നാൽ ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത്, എന്തുകൊണ്ടാണ് മെസ്സേജ് വിടുന്നത്, സാധാരണ സമയത്ത് ഗുഡ് നൈറ്റ് ഒക്കെ വിടേണ്ടതാണല്ലോ. അപ്പോൾ ഇതൊന്നും കാണാൻ വരുമ്പോഴത്തേക്ക് അവരിങ്ങനെ ആഗ്രഹിക്കും, അപ്പോൾ എന്നെ ഒന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ നിങ്ങളുടെ അറ്റൻഷന് വേണ്ടിയിട്ട് അവർ കൊതിക്കും. അത് കഴിഞ്ഞ് അവൾ ഈ അറ്റൻഷന് വേണ്ടിയിട്ട് കൊതിക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ അറ്റൻഷൻ അവൾക്ക് കൊടുക്കുമ്പോൾ അവൾക്ക് അത് ഭയങ്കരമായിട്ടൊരു ഫുൾഫിൽമെൻറ്റ് കൊടുക്കും അവൾക്ക്. അപ്പോൾ നിങ്ങളോട് ഭയങ്കരമായിട്ടും കൂടുതൽ ഇഷ്ടം തോന്നും, നിങ്ങളോടുള്ള വാല്യൂ അവളുടെ മനസ്സിൽ വർദ്ധിക്കും. അപ്പോൾ അത് തന്നെയല്ല, ഇനി മറ്റൊരു രീതിയിൽ കുറച്ചൊക്കെ ഡ്രാമാറ്റിക് ആവുക എന്നുള്ളതാണ്. പുരുഷന്മാരിങ്ങനെ വളരെ ഓപ്പണാണ്, ഒട്ടും ഡ്രാമാറ്റിക് അല്ല. പക്ഷേ ചില അവസരങ്ങളിൽ സ്ത്രീകൾ കുറച്ചൊക്കെ ഡ്രാമ ഇഷ്ടപ്പെടുന്നവരാണ്, കുറച്ചൊക്കെ ഡ്രാമാറ്റിക് ആയിട്ട് അവരോട് പെരുമാറുക. അതായത് അവരുടെ ഈ ഒരു റെഗുലർ പാറ്റേൺ ബ്രേക്ക് ചെയ്യാനായിട്ട്, നമ്മളെ വല്ലാണ്ട് അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട്, എല്ലാം പ്രെഡിക്റ്റബിൾ ആണ് എന്നുള്ളത് മാറ്റിയിട്ട്, ചില സംഭവങ്ങളൊന്നും പ്രെഡിക്റ്റബിൾ അല്ല, അപ്രതീക്ഷിതമായിട്ട് പലതും സംഭവിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ലൈഫിന് കൂടുതൽ ക്യൂരിയോസിറ്റി നൽകുന്നു, അല്ലെങ്കിൽ ഭയങ്കര ചലഞ്ചിങ് ആക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ ചിലപ്പോൾ കൊടുക്കും. അതല്ലെങ്കിൽ നമ്മൾ അവരെ ഇടയ്ക്ക് സർപ്രൈസ് ചെയ്യിക്കും. ചിലപ്പോൾ അവർ പോലും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം അവർക്ക് നമ്മൾ ഒരു ഔട്ടിങ് പോകാമെന്ന് പറയും, നമ്മളൊരു നല്ല ഒരു സ്ഥലത്തേക്ക്, അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക്, അവർ കൊതിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ അവരെ ഒരു ടൂറിന് വേണ്ടി കൊണ്ടുപോകുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഡ്രമാറ്റിക് ആയിട്ടൊരു എന്താ പറയുക, ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ അവരുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കും. എന്നും നടക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നത് കാണുമ്പോഴത്തേക്ക് അവർക്ക് അത് കുറേയും കൂടെ താല്പര്യം അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. ആ ഒരു റിലേഷൻഷിപ്പ് കുറേ കൂടി എൻഗേജിങ് ആവും, കുറേ കൂടി മെൻ്റലി ചലഞ്ചിങ് ആവും. കാരണം നിങ്ങളെ അവർക്ക് മൊത്തമായിട്ട് പിടികിട്ടിയിട്ടില്ല, നിങ്ങൾ ഏത് രീതി വേണമെങ്കിലും അൺപ്രഡിക്റ്റബിൾ ആയിട്ടും പെരുമാറാം. അതായത് അവർ പ്രതീക്ഷിക്കാത്ത സർപ്രൈസുകളോ അവർ പ്രതീക്ഷിക്കാത്ത സൗഖ്യങ്ങളും ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ വന്നു ചേരും. കൂടുതൽ അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാനുണ്ട്. ഈ പ്രതീക്ഷിച്ച് കണ്ടത് മാത്രമല്ല, കുറേ കൂടി ഒരുപാട് കാണാനും അനുഭവിക്കാനും ഇനി ഒരുപാടുണ്ട് എന്നുള്ളൊരു തോന്നൽ അവരിലേക്ക് വരികയും അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ എൻഗേജിങ് ആവുകയും ചലഞ്ചിങ് ആവുകയും ഇൻട്രസ്റ്റിംഗ് ആവുകയും ചെയ്യും. ഒപ്പം തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും ബോറിംഗ് ആയി മാറത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മെൻ്റൽ ചലഞ്ചസ് പോസ് ചെയ്യുന്ന പുരുഷന്മാരോട് സ്ത്രീകൾക്ക് കൂടുതൽ അവരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നതായിരിക്കും. ഇനി നാലാമത്തെ അസ്യൂം യുവർ മാസ്കുലിൻ റോൾ എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഒരു ഫെമിനൈൻ ക്യാരക്ടർ അതുപോലെ തന്നെ മാസ്കുലിൻ ക്യാരക്ടറുമായിട്ടുള്ള ഒരു ശരിയായ രീതിയിലുള്ള ഒരു ബോണ്ടിങ്ങും ഒരു ബാലൻസും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ബാലൻസ് നഷ്ടപ്പെടുമ്പോഴത്തേക്കും അവിടെ പ്രശ്നങ്ങളുണ്ടാവും, ബന്ധങ്ങൾ അത്ര സുഗമമല്ലാതെയാവും. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നും മാസ്കുലിൻ റോള് പ്ലേ ചെയ്യണം, പുറത്തെടുക്കണം. അപ്പം നിങ്ങൾ വേണ്ട രീതിയിൽ വേണ്ട അളവിൽ ബാലൻസ് നിലനിർത്താൻ ആവശ്യമായ രീതിയിൽ നിങ്ങളുടെ അടുത്തു നിന്ന് ഈ ഒരു മാസ്കുലിൻ റോള് നിങ്ങൾ പ്രയോഗിക്കുന്നില്ലെങ്കിൽ അവിടെ നിങ്ങളുടെ തട്ട് താണു പോവും. അപ്പം നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇൻഫീരിയർ ആയി പോവും.
അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്ത്രീകൾക്ക് അവരുടെ ആ ഒരു ഫെമിനിൻ നേച്ചർ നിലനിർത്താനും ബാലൻസ് ചെയ്യാനും അങ്ങനെ ആ ഒരു ലൈനിൽ തുടരാനും പറ്റത്തില്ല. അപ്പോൾ അവർക്ക് നിങ്ങളുടെ ഈ ഒരു മാസ്കുലിൻ റോള് അവരേറ്റെടുക്കേണ്ടതായിട്ട് വരും. അതായത് ചില പുരുഷന്മാർക്ക് റിലേഷൻഷിപ്പിൽ ഒട്ടും ഇനീഷ്യേറ്റീവ് എടുക്കാൻ അറിയത്തില്ല, ഒട്ടും കോൺഫിഡൻസ് ഇല്ല, കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റത്തില്ല. അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഈ പറഞ്ഞ പെൺകുട്ടിയുടെ പെർമിഷൻ വേണം. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമെങ്കിൽ, ഒരു മൂവ് മുന്നോട്ട് എടുക്കണമെങ്കിൽ അവൻ സ്വന്തമായിട്ട് എടുക്കത്തില്ല, ഇനീഷ്യേറ്റീവ് എടുക്കത്തില്ല. എല്ലാത്തിനും ഈ പെൺകുട്ടി പെർമിഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എല്ലാത്തിനും അവളുടെ ഒരു റീഅഷുറൻസ് കിട്ടണം, എല്ലാത്തിനും അവളുടെ ഒരു വാലിഡേഷൻ കിട്ടണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവൻ്റെ ഒരു മാസ്കുലിൻ റോള് പ്ലേ ചെയ്യുന്നതിൽ പരാജയപ്പെടും. അപ്പോൾ അവൻ ആ നല്ല ബോൾഡായിരിക്കണം, നല്ല കഴിവും കാര്യശേഷിയൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊക്കെയാണല്ലോ നല്ലൊരു മാസ്കുലിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവന് ഈ കഴിവും കാര്യശേഷിയും ഒന്നുമില്ല, ഒരു കാര്യങ്ങളും ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റത്തില്ല. തന്നെയല്ല അവനെല്ലാം ഈസിലി മാനിപ്പുലേറ്റഡ് ആവുന്നു. ആർക്ക് വേണമെങ്കിലും അവനെ മിസ്യൂസ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും അവൻ്റെ കാര്യങ്ങളിൽ കയറി ഇടപെടാം. അവൻ ആഗ്രഹിക്കാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ ട്വിസ്റ്റ് ചെയ്യുക. അവനൊന്നിനോട് നോ പറയാൻ അറിയത്തില്ല, അല്ലെങ്കിൽ അവൻ്റെ ഒപ്പീനിയൻസ് തുറന്ന് പറയാൻ അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു മാസ്കുലിനിറ്റിയുടേതായിട്ടുള്ള ആ ഒരു അഭാവത്തിൽ സ്ത്രീകൾ ഈ പറഞ്ഞൊരു മാസ്കുലിൻ റോള് ഏറ്റെടുക്കും. അപ്പം അവർക്ക് പിന്നെ അത് വലിയ രസമില്ലാതെ വരും. കാരണം ഈ ഒരു പുരുഷൻ്റെ മാസ്കുലിൻ നേച്ചറാണ് ഇവൾക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇവൻ പോലും അവൻ്റെ സ്വന്തം മാസ്കുലിനിറ്റി പോലും അറിയാത്ത ഒരുത്തൻ്റെ മുന്നിൽ എങ്ങനെയാണ് പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു സബ്മിസീവ് ആകാനോ അല്ലെങ്കിൽ ആ ഒരു ഫെമിനിൻ നേച്ചർ പുറത്തെടുക്കാനോ അവർക്ക് സാധിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ബന്ധം ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നത്തില്ല. അപ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് റിജക്റ്റ് ചെയ്തിട്ട് അവരുടെ പാട്ടിന് പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല മാസ്കുലിൻ ക്യാരക്ടറുള്ള, നല്ല പ്രസരിപ്പം, നല്ല ആക്റ്റീവായിട്ടുള്ള, നല്ല കോൺഫിഡൻസ് ഉള്ള, കഴിവും കാര്യശേഷിയൊക്കെയുള്ള, ആർക്കും അത്ര പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ആ രീതിയിലുള്ള നല്ല മാസ്കുലിൻ ക്യാരക്ടർ പുറത്തെടുക്കുന്ന പുരുഷന്മാരോടാണ് സ്ത്രീകൾക്ക് പെട്ടെന്ന് വളരെയധികം അട്രാക്ഷൻ തോന്നുന്നത്. ഇനി അഞ്ചാമത്തെ, വളരെ കുസൃതിയുള്ള, കുറുമ്പുള്ള, വികൃതിയുള്ള, ഫണ്ണി ആയിട്ടുള്ള പുരുഷന്മാരുടെ സ്വഭാവം സ്ത്രീകൾക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മാസ്കുലിൻ ആയിരിക്കണം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ മസിൽ പിടിച്ച് എയർ പിടിച്ച് നിൽക്കണം എന്നല്ല. നല്ല കുട്ടിക്കളിയും അതുപോലെ തന്നെ കളിച്ചിരിയും തമാശകളും എല്ലാം ഉണ്ടാവണം, കുറച്ച് കുറുമ്പൊക്കെ കാണിക്കണം. അതൊക്കെ പെൺകുട്ടികൾക്ക് വളരെയധികം എക്സൈറ്റിംഗ് ആണ്, വളരെയധികം അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഈ റിലേഷൻ തുടർന്നുകൊണ്ട് പോകാൻ സ്ത്രീകൾക്ക് വളരെയധികം ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാലും ഭർത്താക്കന്മാരും ഇതുപോലെ കുറച്ച് കുസൃതിയും കുറുമ്പും ഒക്കെ ഉള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ സ്ത്രീകൾ ഇതൊക്കെ ഈ രീതിയിൽ കുസൃതിയും കുറുമ്പും ഒക്കെ നമ്മളോട് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇതിനൊന്നും സമയം കിട്ടുന്നില്ല. കാരണം ഭർത്താവ് എപ്പോഴും മസിലും പെരുപ്പിച്ച് ഇങ്ങനെ എയർ പിടിച്ച് നടക്കുകയാണ്, എപ്പോഴും അനാവശ്യമായിട്ടുള്ള ഗൗരവവും വെച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പുരുഷൻ്റെ അടുത്തൊന്ന് മനസ്സ് തുറക്കാനോ ഒന്ന് കൊഞ്ചാനോ ഒന്ന് കളിക്കാനോ ചിരിക്കാനോ ഒന്നും അവളെ തന്നെ എക്സ്പ്രസ് ചെയ്യാനോ അവൾക്ക് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ പുരുഷനൊട്ട് റൊമാൻറ്റിക് അല്ലാതെയായി മാറിപ്പോകുന്നു. അപ്പോൾ ആ സ്വഭാവങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് പുരുഷൻ ശരിക്കും റൊമാൻറ്റിക്കും ആവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഗുണങ്ങൾ വരുമ്പോഴാണ് സ്ത്രീകൾക്ക് കൂടുതൽ പുരുഷനെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നതും. ഒരു ബന്ധത്തിൽ അവരുമായിട്ട് ഏർപ്പെട്ടാൽ ആ ഒരു ബന്ധം, ആ ഒരു അട്രാക്ഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതും. അത് കുടുംബജീവിതത്തിലും വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ ഓർത്തിരിക്കുക എന്നുള്ളത്. ഇനി ആറാമായിട്ട്, തങ്ങളുടെ സമയം വളരെ പരിമിതമാണെന്നും അല്ലെങ്കിൽ ലിമിറ്റഡ് ആണെന്നും അതിന് വളരെ വിലയുള്ളതാണെന്നും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സമയത്തിനും വിലയുള്ളതാണെന്നും മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരോട് സ്ത്രീകൾക്ക് വളരെയധികം അട്രാക്ഷൻ തോന്നും. കാരണം ചില പുരുഷന്മാർ എപ്പോഴും ഫ്രീ ആണ്, അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അല്ലെങ്കിൽ എപ്പോഴും അവർ ലേസി ആയിട്ടിരിക്കുന്നു. അപ്പോൾ സ്ത്രീകൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും വീഡിയോ ഗെയിമും കളിച്ച് കൂട്ടുകാരോട് കമ്പനി അടിച്ച് കവലയിൽ പോയിരുന്നും വായി നോക്കിയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ സ്ത്രീകൾക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നത്തില്ല. കാരണം നിങ്ങൾക്ക് സമയത്തിന് വിലയില്ലാത്തവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയത്തിൻ്റെ വില അറിയാൻ മേലാത്തവരാണ്, നിങ്ങൾ ആ സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാത്തവരാണെന്നൊക്കെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ ഫ്രീ ടൈമിൽ വെറുതെ വായി നോക്കിയിരിക്കുന്നതുകൊണ്ട് ആ പെൺകുട്ടിയോട് മിണ്ടുന്നു, ആ രീതിയിൽ അവർ അതിന് വില തരത്തുള്ളൂ. അപ്പോൾ നിങ്ങളോടുള്ള വാല്യൂ അവർക്ക് ഇല്ലാതെയോ. പക്ഷേ നിങ്ങൾ സമയത്തിന് വളരെയധികം പരിമിതിയുള്ള മനുഷ്യനാണെന്നും നിങ്ങൾക്ക് ലിമിറ്റഡ് സമയമുള്ളൂ, ആ ലിമിറ്റഡ് സമയം നിങ്ങൾ വളരെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ആ സമയത്തിന് നിങ്ങൾ വളരെയധികം വില കൽപ്പിക്കുന്നു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമയം വളരെ പ്രഷ്യസ് ആണ്, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയമാണ് അവർക്ക് വേണ്ടി മാറ്റി വെക്കുന്നതെന്നൊക്കെ തോന്നുമ്പോഴാണ് അവർക്ക് നിങ്ങളോടുള്ള വാല്യൂ കൂടുതൽ വർദ്ധിക്കുന്ന അവളുടെ മനസ്സിൽ. അത് തന്നെയില്ല, നിങ്ങളോടുള്ള അട്രാക്ഷനും അതിൻ്റെ 10 ഇരട്ടിയാവും എന്നുള്ളതാണ്. ഇനി എഴുതാൻ ബി ജെൻറ്റിൽ ആൻഡ് ആൻ ഇൻസ്പയറിംഗ് ഗൈ എന്നുള്ളതാണ്. വളരെ ജെൻറ്റിലായിട്ട് സോഫ്റ്റായിട്ട് പെരുമാറുന്ന പുരുഷന്മാരെയാണ് സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇങ്ങനെ വളരെ പരുക്കനായിട്ട് ഹാർഡായിട്ടും പെരുമാറുന്നവരെ കഴിഞ്ഞു സ്ത്രീകൾ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. ഇവൻ എന്നോട് വളരെ സോഫ്റ്റായിട്ട് അങ്ങനെ പെരുമാറിയിരുന്നെങ്കിൽ, ഒരു ജെൻറ്റിൽമാൻ ആയിട്ടുള്ള ആളുകളെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടം. അവരെയാണ് കൂടുതൽ മാന്യന്മാരായിട്ട് സ്ത്രീകൾ കരുതുന്നതും അടുത്തിടപഴകാൻ കൊള്ളാവുന്നവരായിട്ടൊക്കെ കരുതുന്നതും അങ്ങനെയുള്ള വ്യക്തികളെ തന്നെയാണ്. അല്ലാതെ മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എയറും പിടിച്ച് അങ്ങനെ ഒരു ദുഷ്ടമുഖഭാവവും വരുത്തി ക്രൂരന്മാരായിട്ടിരിക്കുന്നതല്ല. അതുപോലെ തന്നെ വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കണം. തങ്ങൾക്ക് എപ്പോഴും ഒരുപാട് മോട്ടിവേഷൻ നൽകുന്ന, തങ്ങൾ തളർന്നു പോകുന്ന സാഹചര്യങ്ങളിലും തങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്ന ആ രീതിയിൽ സപ്പോർട്ട് നൽകുന്ന, അവൻ്റെ ഓരോ വാക്കും അവർക്ക് ഇൻസ്പിറേഷനാണ്, മോട്ടിവേഷണലാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പുരുഷന്മാരോട് സ്ത്രീകൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നും.
അല്ലാതെ ഒരുപാട് മെൻ്റലി വീക്കായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇവളെ മെൻ്റലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പുരുഷനോട് അവർക്കൊരു പുച്ഛമായിരിക്കും. കാരണം ചില പുരുഷന്മാരുണ്ട്, അപ്പോൾ നമ്മുടെ ഫീലിങ്സ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം, പക്ഷേ നമ്മൾ ഒരുപാട് വീക്കാണ്, എല്ലാ കാര്യത്തിലും അവളുടെ ഗൈഡ് ലൈൻസ് വേണം എന്നുള്ള രീതിയിൽ ഇമോഷണലി ആ പെൺകുട്ടിയിൽ പൂർണ്ണമായിട്ടും റിലേ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൾ നമ്മളെ പിന്നെ ഒരു പാർട്ട്ണറായിട്ട് കാണത്തില്ല, നമ്മുടെ തെറാപ്പിസ്റ്റായിട്ട് കാണത്തുള്ളൂ. കാരണം നമ്മുടെ എല്ലാ മെൻ്റൽ പ്രശ്നങ്ങളും അവളാണ് പരിഹരിച്ച് തരുന്നത്. അപ്പോൾ അവൾ നമ്മുടെ തെറാപ്പിസ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത്. മറിച്ച് നമ്മൾ അവരെ ഇൻസ്പയർ ചെയ്യുന്നവരായിരിക്കണം. എപ്പോഴും നമ്മളെ നോക്കി അവർ മോട്ടിവേറ്റഡ് ആവണം, എപ്പോഴും നമ്മളെ നോക്കി അവർ ഇൻസ്പയർ ചെയ്യപ്പെടണം. ഒപ്പം തന്നെ നമ്മൾ ഈ രീതിയിൽ നല്ല ജെൻറ്റിലായിട്ട്, സോഫ്റ്റായിട്ട്, ജെൻറ്റിൽമാനായിട്ട് പെരുമാറുകയും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ജീവിതം നയിക്കുകയും ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ സ്ത്രീകൾക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ 7 കാര്യങ്ങളും പുരുഷന്മാർ വളർത്തിയെടുക്കേണ്ട കാര്യങ്ങളാണ്. ഏതെങ്കിലും സ്ത്രീകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നന്ദി.